Hi guys, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോസ്റ്റ്യൂമും ഈ ഒരു ലുക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതേ നമ്മൾ ഓണം ലുക്ക് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഓണം ലുക്ക് വീഡിയോ ആട്ടോ ഞാൻ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എനിക്ക് അത്രയും നല്ലതായിട്ടൊന്നും ചെയ്യാനൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ പൊതുവേ ഞാനൊരു ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണേന്നുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ട് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണതിന് തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെന്താ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ലുക്കിലേക്ക് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ട് വാട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഏതൊരു മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് മോയ്സ്ചറൈസർ മസ്റ്റാണ്. ഞാനിവിടെ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ് എടുത്തേക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഇത്. ഓയിലി സ്കിൻകാർക്ക് ബെസ്റ്റ് മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ ഞാനിത് ഫേസിലും കഴുത്തിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതൊരു മേക്കപ്പ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മോയ്സ്ചറൈസർ മസ്റ്റാണ്. അപ്പോൾ ഫുൾ കംപ്ലീറ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ലിപ് ബാമാണ് എടുത്തേക്കുന്നത്. ബയോട്ടിക്കിൻ്റെ ലിപ് ബാമാണ്. ഇതൊരു ആയുർവേദിക് ലിപ് ബാമാണ് കേട്ടോ. അതും നമ്മളുടെ ലിപ്സിന് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ലിപ് ബാം മസ്റ്റാണ്. അതിനുശേഷം ഞാൻ പ്രൈമറിന് പകരമായിട്ട് ഞാൻ അലോവേറ ജെല്ലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഡോക്ടർ വേഗൻ്റെ ഖാദി അലോവേറ ജെൽ. ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ പുറത്തേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ടാട്ടോ ഞാൻ നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഒരു അലോവേറ ജെല്ല് നല്ല രീതിയിൽ ഫേസിലും കഴുത്തിലൊക്കെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു കൺസീലറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സ്റ്റേക്ക് വെർക്കിയുടെ കൺസീലറാണ്. പക്ഷേ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എനിക്ക് പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു കുറേ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി കൺസീലർ എടുത്തത്. പക്ഷേ എനിക്ക് അതങ്ങനെ കവർ ചെയ്തതായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ അടിയിലും ആ കുരുവിൻ്റെ അവിടെയും എനിക്ക് എന്തൊരു മേക്കപ്പ് അല്ലെങ്കിൽ എന്തൊരു ഫംഗ്ഷന് പോണതിന് മുമ്പ് ഒരു കുരു എനിക്ക് വന്നിരിക്കും. അത് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ കൺസീലർ യൂസ് ചെയ്തത്. പക്ഷേ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഫുൾ ജസ്റ്റ് ഒരു ചെറിയ ഡോട്ട് വെച്ചിട്ടാണ് ചെയ്തത്. അടുത്ത ഞാൻ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. മെബ്ലിൻ ഫിറ്റ്മിയുടെ മാറ്റ് ഫൗണ്ടേഷനാണ്. 310 ആണ് എൻ്റെ ഷെയ്ഡ് വന്നേക്കുന്നത്. എൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ഷെയ്ഡാട്ടോ അത്. ആൻഡ് ഈ ഒരു ഫൗണ്ടേഷൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. നമുക്ക് നല്ലൊരു കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഞാനത് ഡോട്ടായിട്ട് നമ്മളുടെ ഫേസിലും കണ്ണിൻ്റെ മുഖത്തും പിന്നെ കഴുത്തിലും ഒക്കെ ഞാൻ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എടുത്ത് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എടുത്തിട്ട് കഴുത്തിൽ ഫുൾ കൊടുക്കുകയാണ്. നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോഴേക്കും കഴുത്ത് മിസ് ചെയ്യരുത്. നമ്മൾ ഫേസിൽ ചെയ്യണ പോലെ തന്നെ കഴുത്തിലും ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാൻ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒരു ബ്യൂട്ടി ബ്ലെൻഡ് ചെയ്യണ സാധനം വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യുക. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുക. ഡാബ് ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ മൊത്തം ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി സത്യം പറഞ്ഞാൽ കുറേ നേരം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈ കഴയ്ക്കാൻ തുടങ്ങി. കാരണം അത്രയ്ക്കും നേരം നമ്മൾ ഡാബ് ചെയ്താലാണ് നമ്മുടെ സ്കിന്നിലേക്ക് കറക്റ്റായിട്ട് ആ ഒരു ഫൗണ്ടേഷൻ എത്തുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു ബ്യൂട്ടി സ്പഞ്ച് ഞാനൊന്ന് വെള്ളത്തിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു രീതിയിൽ എന്താ പറയുക അബ്സോർബായി നല്ല രീതിയിൽ കവറേജ് കിട്ടും. അപ്പം നിങ്ങൾ ബ്യൂട്ടി ബ്ലെൻഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി പിഴിഞ്ഞിട്ട് എടുക്കുക. അതിനുശേഷം ഞാനൊരു കോമ്പാക്ട് പൗഡറാണ് എടുക്കുന്നത്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് കോമ്പാക്ട് പൗഡർ എനിക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ ഫേസിൽ നല്ല രീതിയിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് കോമ്പാക്ട് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് ഓയിലി ആയിട്ട് വരും. അതുകൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ണിൻ്റെ അടിയിൽ കൺസീലർ ഇട്ടെടുത്ത് മാത്രം ഇട്ടാലും മതി. ഞാനിവിടെ കംപ്ലീറ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, കഴുത്തിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ.
അതിനുശേഷം ഞാനൊരു ഐ ഷാഡോ എടുത്തേക്കുന്നത് SFR കളറിൻ്റെ ഐ ഷാഡോ ആണ്. ഞാൻ ആ ഒരു ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഇടുന്നത്. എനിക്ക് നമ്മുടെ ബ്രഷ് വെച്ച് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് തന്നെ ചെയ്യുന്നത് കേട്ടോ. കൈ വെച്ചാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളുമാണ്, നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നിയതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് ചെയ്യുന്നത്. എനിക്ക് ഐ ഷാഡോസിലൊന്നും വലിയ ഞാൻ അറിവുള്ള ഒരാളൊന്നുമല്ല, പക്ഷേ ഞാൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാനത് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഷെയ്ഡ് നമ്മളുടെ കണ്ണിന്, രണ്ട് കണ്ണിനും ഈക്വലായിട്ട് എമൗണ്ട് എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് കുറച്ച് ഞാൻ കണ്ണിൻ്റെ അടിയിലോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്കൊരു ആ ഒരു കണ്ണിന് നല്ല ഫുൾ ഫിനിഷ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഐ ഷാഡോ വെച്ചിട്ട് തന്നെ ഞാൻ കണ്ണിൻ്റെ അടിയിലും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഷിമ്മർ ഷെയ്ഡ് വെച്ചിട്ട് നടുക്ക് മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കണ്ണിലും ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ആ മിഡിലിൽ നിന്ന് അവിടെ നിന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടും കൂടെ എന്നിട്ട് മിക്സായി നമ്മളുടെ കണ്ണിന് ആ ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഷിമ്മർ ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്തത്. അതിനുശേഷം ഞാനിവിടെ ഐലൈനർ എടുത്തേക്കുന്നത് മെബ്ലിൻ്റെ സൂപ്പർ ഗ്ലോസി എന്ന് പറഞ്ഞ ഐലൈനറാണ്. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐലൈനറാണ്. എനിക്ക് കുറച്ചും കൂടെ വാട്ടർ പ്രൂഫാണ് ഇഷ്ടം. കാരണം വെച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ വേർക്കും, അതുപോലെ തന്നെ പിന്നെ ഓയിലിയും കൂടെ ആയതുകൊണ്ട് എനിക്ക് വാട്ടർ പ്രൂഫാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. അപ്പോൾ ഞാൻ എനിക്ക് കണ്ണെഴുതാൻ അത്ര വലിയ അറിവൊന്നുമില്ല, അതുകൊണ്ട് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ എപ്പോഴും എഴുതുന്ന പോലെ ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് അതൊന്ന് അധികം തിക്കും ആക്കുന്നില്ല, അധികം ചെറുതും അല്ലാത്ത രീതിയിൽ, തിന്നും അല്ലാത്ത രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. വിങ്സ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ വരച്ചിട്ട് അതൊന്ന് ഈക്വലാക്കി കൊടുക്കുക ചെയ്തത് കേട്ടോ. അല്ലാണ്ട് അധികം പണിപ്പെട്ടൊന്നുമില്ല, എനിക്കറിയുന്ന രീതിയിലാട്ടോ ഞാൻ കണ്ണെഴുതിയേക്കുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ഐലൈനേഴ്സൊക്കെ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പം അതായത് ഓൺലൈൻ സൈറ്റ്സിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അപ്ലൈ ചെയ്യാം. ഞാൻ ഇവിടെ ബ്ലാക്ക് തന്നെ അപ്ലൈ ചെയ്തത്. അതിനുശേഷം ഞാൻ ലാക്മിയുടെ ഐക്കോണിക് കാജൽ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ അടിയിൽ എഴുതി കൊടുക്കുക കേട്ടോ. അതും ഞാൻ ലൈറ്റായിട്ടാണ് എഴുതി കൊടുക്കുന്നത്, ഭയങ്കര സ്മഡ്ജ് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ലൈൻ മാത്രം, ആ ഒരു കണ്ണൊന്ന് ഫുൾ കവർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ കണ്ണിൻ്റെ അടിയിൽ നമ്മുടെ കാജൽ യൂസ് ചെയ്തിട്ട് ചെയ്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വോയിസ് കണ്ടിന്യൂസ് കൊടുക്കുന്നത്. അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അടുത്ത ഞാനിവിടെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്, മെബ്ലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാര. ഞാൻ എൻ്റെ ഫേക്ക് ലാഷസ് ഒന്നും ഞാൻ വെക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ എൻ്റെ ഐലാഷസ് ഒന്ന് വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണിൻ്റെ പൊക്കത്തും താഴെയൊക്കെ നല്ല രീതിയിൽ എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നല്ലൊരു മസ്കാര കേട്ടോ. നമുക്ക് ഐലൈനർ ഇടാണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കണ്ണിന് നല്ല ഭംഗിയാണ് ഈ ഒരു മസ്കാര യൂസ് ചെയ്യുമ്പോഴും. അതുപോലെ തന്നെ കണ്ണ് നല്ല വിടർന്നിരിക്കും കേട്ടോ ഈ ഒരു മസ്കാര യൂസ് ചെയ്ത് കഴിയുമ്പോൾ. അതായത് നല്ല രീതിയിൽ കേളാവും. നമ്മളുടെ ഐലാഷസിന് കുറച്ചും കൂടെ വോളിയം കൂട്ടുന്ന ടൈപ്പ് മസ്കാരയാണ് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് മസ്കാരയാണ്. അതിനുശേഷം ഞാനിവിടെ ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ്. ഇത് അത്ര റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാനത് ഓഫറിൽ 3-4 കണ്ടും ഒരുമിച്ച് മേടിച്ചതാണ്. ഞാൻ ആക്ച്വലി ഇത് വീഡിയോ എടുത്തപ്പോഴേക്കും ഞാൻ ഇതിനെപ്പറ്റി ഓർത്തില്ല. മിററാണ് ഫസ്റ്റ് നിങ്ങൾക്ക് കാണുന്നതല്ലേ, ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യണത് കാണുന്നില്ല. ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ടൊന്നും എഴുതിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് നല്ല രീതിയിൽ എല്ലാ ഗ്യാപ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഞാനിവിടെ ബ്രൗൺ കളർ ഐബ്രോ പെൻസിലാണ് എടുത്തേക്കുന്നത്. കാരണം വെച്ചാൽ എൻ്റെ ബ്ലാക്ക് ഹെയർ അല്ല, എൻ്റെ ഒരു ലൈറ്റ് ബ്രൗണിഷ് ഷെയ്ഡാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ ഐബ്രോ പെൻസിൽ തന്നെ യൂസ് ചെയ്യണത്. ബ്ലാക്ക് എടുത്താൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു എടുത്ത് നിൽക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ എടുത്ത് നിൽക്കണത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ കളർ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം മൈഗ്ലാമിൻ്റെ ഞാനൊരു റാസ്ബെറി ബ്ലഷാണ് യൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് ഈ ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു നാച്ചുറൽ ഫിനിഷ് തരുന്ന ഒരു ബ്ലഷ് ആട്ടോ ഇത്. ഞാൻ കുറേ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ. എന്നിട്ട് നല്ല രീതിയിൽ 2 ചീക്കിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് എടുത്തിട്ട് മൂക്കിലും കൂടെ അപ്ലൈ ചെയ്ത കേട്ടോ. കാരണം വെച്ചാൽ ആ ഒരു തിളക്കം മൂക്കിലും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂക്കിലും കൂടെ അപ്ലൈ ചെയ്യുന്നത്. കാരണം എനിക്ക് കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് കവർ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബ്ലൂവിലെന്ന് നോസിലും കൂടെ അപ്ലൈ ചെയ്തത്. അതിനുശേഷം ഞാൻ ഇവിടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. മാറ്റ് ലിപ്സ്റ്റിക്കാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്.
ഇതും എനിക്ക് വളരെ ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്. വെറ്റ് ആൻഡ് വൈൽഡിൽ നിന്ന് എനിക്ക് എല്ലാ ലിപ്സ്റ്റിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇത് പ്യോർ റെഡാണ്, നല്ല അടിപൊളി കട്ട റെഡാണ്. ഞാനപ്പോൾ അത് അതിൻ്റെ ആപ്ലിക്കേറ്റർ വെച്ചിട്ട് ഫുൾ ലിപ്സ് മൊത്തം കവർ ചെയ്യാണ്. കുറേ പേര് എന്നോട് ലിപ്സ്റ്റിക്ക് ഇടുന്ന വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അതത്ര വലിയ പാടൊന്നുമല്ല കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൽ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു റെഡ് പൊട്ടാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഞാൻ കോൺട്രാസ്റ്റ് ചെയ്യുന്നത് റെഡ് കളർ വെച്ചിട്ടാട്ടോ. അതുകൊണ്ടാണ് ഞാൻ റെഡ് പൊട്ടിട്ടത്. അങ്ങനെ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ലുക്ക് കഴിഞ്ഞേക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. മുടി ഞാൻ അധികം കഷ്ടപ്പെട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു പോൺടൈലാട്ടോ ഇട്ടേക്കുന്നത്. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ലുക്ക് ഫിനിഷ് ചെയ്തേക്കാട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു പോൺടൈൽ കെട്ടിയിട്ട് നിങ്ങൾക്ക് അറിയാം എൻ്റെ മുടി അത്രയ്ക്ക് ഷോക്കായിട്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മുടിയൊക്കെ പോൺടൈൽ കെട്ടി. എനിക്ക് ഈ ഡ്രസ്സിൻ്റെ ഒപ്പം ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗിനേഴ്സ് മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്തത്. കാരണം വെച്ചാൽ പൊതുവെ എനിക്കിതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല. അപ്പം എനിക്കറിയണ രീതിയിലാണ് ഞാൻ എപ്പോഴും എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ പോകുമ്പോഴേക്കും ചെയ്യുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കോസ്റ്റ്യൂം വന്നിട്ട് സങ്കൽപ് ബൊട്ടീക്ക് എന്ന് പറഞ്ഞ ബൊട്ടീക്കിൽ നിന്നാണ്. ആക്ച്വലി അവർക്ക് ഫേസ്ബുക്ക് പേജും വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എനിക്ക് ഈ ഒരു ടിഷ്യൂ ഗോൾഡൻ ടിഷ്യൂ കളർ സൽവാസ് എൻ്റെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പം ഞാൻ ആക്ച്വലി ഇത് ഒരെണ്ണം തയ്പ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ദേവദൂതനെ പോലെ എനിക്ക് സങ്കൽപ് ബൊട്ടീക്ക് ഈ ഒരു കോസ്റ്റ്യൂം എനിക്ക് അയച്ചു തന്നത്. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രം ബീഡ് വർക്ക് വന്നേക്കാം കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു കുർത്തി. കുറച്ച് എന്താ പറയുക, സ്ലിറ്റൊക്കെ താഴ്ത്തായിരുന്നു വെച്ചത്. അത് ഞാൻ എനിക്കൊന്ന് കറക്റ്റ് ചെയ്യേണ്ടി വന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ബാക്കിയുള്ളതൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ സ്ലിറ്റഡ് സൽവാർ ആട്ടോ, ജസ്റ്റ് ഒരു കുർത്തിയാണ്, സ്ലിറ്റ് ഉള്ള ഒരു കുർത്തിയാണ്. ആൻഡ് 3/4 കൈയൊക്കെ വന്നേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കമ്മൽ ഞാനൊരു കോൺട്രാസ്റ്റാണ് കൊടുത്തേക്കുന്നത്. എൻ്റെ മുന്നത്തെ വെച്ചാൽ ഫസ്റ്റ് ഓണം സീരീസിലെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി എൻ്റെ ജ്വല്ലറി കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അതിലുള്ളൊരു ജ്വല്ലറി പീസാട്ടത്, അതിലുള്ളൊരു കമ്മലാണിത്. പിന്നെന്താ, ഞാൻ ഒരു റിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളർ റിങ്. അത് ഈ ഒരു കോസ്റ്റ്യൂമിന് മാച്ചായി പോകാനുള്ള റിങ്ങാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇത് ആക്ച്വലി ഹൈദരാബാദിൽ നിന്ന് എടുത്തോണ്ട് 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു വളം, ഇതെവിടെന്നോ ഞാൻ മറന്നുപോയി എവിടെന്നാ മേടിച്ചെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് ചെയ്തത് ഈ ഒരു ഓണം ലുക്കിന് വേണ്ടിയിട്ട്. പിന്നെ മുല്ലപ്പൂ എന്തെങ്കിലും ചോദിക്കേണ്ട, മുല്ലപ്പൂ ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ നല്ല മഴയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അയ്യോ, നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മുല്ലപ്പൂ ഒന്നും പോയി മേടിക്കാനൊന്നും പറ്റിയില്ല, അതുകൊണ്ടാണ് മുല്ലപ്പൂ ഒന്നും വെക്കാത്ത. പിന്നെ പൊതുവേ എനിക്ക് മുല്ലപ്പൂ അത്രയ്ക്ക് ഇഷ്ടമല്ല, കാരണം വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തലവേദനിക്കാൻ തുടങ്ങും. ആരും ചീത്ത പറഞ്ഞ് വരരുത്. എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊന്ന് കല്യാണത്തിന് ഞാൻ വെച്ചു, അതിനുശേഷം 1-2 തവണ ഈ ചാനലിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു, ആരുടെയോ കല്യാണത്തിന് വേണ്ടിയിട്ടും കൂടി ആയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ മുല്ലപ്പൂ അങ്ങനെ വെക്കാറില്ല. എനിക്ക് പെട്ടെന്ന് തലവേദന എടുക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുല്ലപ്പൂ വെച്ചിട്ടില്ല. ഇനി മറ്റേ ഫേക്ക് മുല്ലപ്പൂവിൻ്റെ ആ സാധനം തപ്പണം, അത് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിരുന്നു. എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ നിൽക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓണം സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ അനുപ സൈനിങ് ഓഫ്. ബൈ.